നമസ്കാരം, പ്രശാന്താണ്. നമ്മളിന്നൊരു പുതിയ റോഡിൻ്റെ വിശേഷമായിട്ട് വന്നു. മണ്ഡല മുറിയാക്ക റോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം മണ്ഡല മുതൽ മുറിയാക്ക വരെയുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ടാറൊക്കെ പോയി, കല്ലുകളൊക്കെ തെളിഞ്ഞ് ആകെ മോശമായി കിടക്കാൻ. അപ്പോൾ നമുക്ക് ആ റോഡിൻ്റെ അവസ്ഥ ഒന്ന് കാണാം. ഞങ്ങൾ സൂം ചെയ്ത് തരാം. ഏകദേശം ഈ റോഡിൽ തൊട്ടിട്ട് തന്നെ ഏകദേശം ഒരു 10 വർഷത്തിന് അടുത്തായിരുന്നു. അതൊക്കെ നല്ല കല്ല് തെളിഞ്ഞ് കാണാൻ. ശരിക്കും റോഡ് എന്ന് പറയാൻ പറ്റില്ല, ആ മിറ്റിലടിച്ചിട്ടേ. ഇറങ്ങിയിട്ട് റോഡിൻ്റെ ഒരു അവസ്ഥ കാണിച്ചേ. വളരെ ദയനീയമാണ് റോഡില്ല. ഇവിടെയൊക്കെ ടാറിൻ്റെ ഒരു കഷ്ണം പോലും കാണാനില്ല. ഇവിടെയാണെങ്കിൽ ഇപ്രാവശ്യം പൈപ്പ് ലൈൻ ഇട്ട് സെൻറ്റർ കീറി വീട്ടിലിട്ട്. കാരണം സെൻറ്റർ പൊളിച്ച് കഴിഞ്ഞത് പാച്ച് വർക്ക് ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അതൊന്നുമില്ല. ആരും ചോദിക്കാനാണല്ലേ. നമ്മൾ മണ്ഡലത്തിൽ ഇവിടുന്ന് പാടത്തേക്ക് ഇറങ്ങുന്ന റോഡാണ്. അവിടെയും പ്രശ്നങ്ങളുണ്ട്. ശരിക്കതേ ഈ പാടമുള്ള ലെവലൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്താണ്. ഇവിടെയൊക്കെ അത്യാവശ്യം കുഴികളായി. ഇതൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്താൽ ഈ പാടമൊന്നും പാച്ച് വർക്ക് ചെയ്താലും മതി. പക്ഷേ മുറിയാക്ക പോകുന്ന വഴി വളരെ മോശമാണ്. അപ്പൊ അതൊന്ന് ടാർ ചെയ്ത് കൊടുക്കണം. നമ്മളെന്തറിയാം, നമ്മൾ ചെയ്ത കാര്യം ആര് ചെയ്താലും ചെയ്തു എന്ന് പറയാം. ഞാനങ്ങനെ. കാരണം കേട്ടോ, ഇത്ര ഇത് മോശമായി കിടക്കണം ഈ റോഡ്. ആകെ മോശമായി കിടക്കണം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ ആയിരിക്കും. 100 മീറ്റർ അടിപൊളിയായി ടൈല് വെച്ച് കണ്ടോ. 100 മീറ്റർ ഉണ്ടാവും തോന്നുന്നു. അടിപൊളിയായിട്ട് ഇവിടുത്തെ വലിയ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ നല്ല ടൈല് വിരിച്ച് നല്ല മനോഹരമായി. പക്ഷേ ബിജു മേനോന്റെ വെള്ളിമൂങ്ങ പറഞ്ഞ പോലെ 100 മീറ്റർ അപ്പുറത്തേക്ക് 100 മീറ്റർ ഇപ്പുറത്തേക്ക് ആ പരിപാടിയാണ്. 100 മീറ്റർ ചെയ്യുക, ബാക്കി അടുത്ത പദ്ധതിയാണ്. കണ്ടോ, ഇത് നമ്മൾ വില്ലേജിൻ്റെ അവിടേക്ക് കയറാൻ പോവാം. ഇവിടെയൊക്കെ വളരെ മോശമായി കിടക്കുകയാണ്. അത് രക്ഷയില്ല.
നമ്മളെ വില്ലേജിൻ്റെ അവിടെ എത്തി. അപ്പോൾ റോഡുകളൊക്കെ നന്നായി കിടക്കട്ടെ. എല്ലാവരും സന്തോഷമായി യാത്രകൾ ചെയ്യട്ടെ.